ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കമന്റ്സ് വായിച്ചിട്ട് ഒരു മെയിൻ ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാമെന്ന് വിചാരിക്കും. ഒത്തിരി കമന്റ്സ് വന്ന് കിടക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ വായിക്കാം. ഏണിങ്സ് കിട്ടാൻ എത്ര വ്യൂസ് വേണം കുറഞ്ഞത്? അപ്പൊ ഏണിങ്സ് കിട്ടാൻ എത്ര വ്യൂസിലൊന്നും അല്ല കാര്യം. നമ്മളുടെ പേജ് എത്രത്തോളം എൻഗേജ്മെന്റ് ആവുന്നു, നമ്മുടെ പേജിന് എത്രത്തോളം എൻഗേജ്മെന്റ് വരുന്നു, റീച്ച് എത്രയുണ്ട്, അതനുസരിച്ചിട്ടാണ് കേട്ടോ. നമുക്കിപ്പോ ഒത്തിരി വ്യൂ ഉണ്ടാക്കാം. നമുക്ക് നോക്കുമ്പോൾ 1 മില്യൺ വ്യൂ ഉള്ള പേജിന് പോലും ചിലപ്പോൾ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ അതിന് റീച്ചോ ഉണ്ടാവില്ല. റീച്ച് മീൻസ് ഒരാൾ കണ്ട ഒരു നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1 മില്യൺ ആണെന്നുണ്ടെങ്കിലും അതിന് നല്ല റീച്ചും ഉണ്ടാകും. പക്ഷേ ആ 1 മില്യൺ വ്യൂ ഉള്ളവർക്ക് റീച്ചോ എൻഗേജ്മെന്റോ ഇല്ല എന്ന് വെച്ചാല് ആ വീഡിയോ അത്ര നല്ല വീഡിയോ അല്ല. ജസ്റ്റ് അതിന്റെ തംബ്നെയിലൊക്കെ കണ്ടുണ്ട്, ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിൽ കണ്ടുകൊണ്ട് ആൾക്കാരെ ക്ലിക്ക് ചെയ്തു അതിനകത്തൊന്നും ഇല്ല എന്ന് കാണുന്നത് കൊണ്ട് നമ്മൾ ഉടനെ തന്നെ സ്കിപ്പാക്കി പോകുന്നു. ചിലപ്പം ആദ്യത്തെ 1 മിനിറ്റ് കാണുമായിരിക്കും. 1 മിനിറ്റ് കണ്ടിട്ട് ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ സ്കിപ്പ് അടിച്ചിട്ട് പോകും. അതാണ് വ്യൂ കൂടുതലായിട്ട് കാണുന്നത്, എൻഗേജ്മെന്റും റീച്ചും കുറവായിട്ടും തോന്നുന്നത് കേട്ടോ. ഈ തന്നയിൽ കണ്ടുകൊണ്ട് മാത്രം കയറുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഒരു വീഡിയോയ്ക്ക് എത്ര വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് മോണിറ്റൈസ് ആയി കിട്ടണമെന്നില്ല. കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഇപ്പൊ ഫേസ്ബുക്കിനില്ല. നമ്മൾ അത്യാവശ്യം പേജ് എൻഗേജ് ആയിട്ടിരിക്കുന്ന പേജ് ആയിരിക്കണം. അതിന് ഇത്ര വ്യൂ എന്ന് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇത്ര വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ആകും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പേജ് എൻഗേജ്മെന്റ് ആയിട്ടിരിക്കുന്ന ഒരു പേജ് ആണോന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും പോസ്റ്റ് ഇടുകയും നമുക്ക് കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് അത് ഇത്ര വ്യൂ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഡോളർ കിട്ടും എന്നൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഡിപ്പെൻസ് ആണ്. നമ്മൾ എത്രത്തോളം നല്ല കണ്ടന്റ് ഇടുന്നു, നമ്മുടെ കണ്ടന്റ് എത്രത്തോളം, അതും അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റവന്യൂ കിട്ടുന്ന അല്ലെ ഡോളർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 100 വ്യൂവിന് ഇത്ര ഡോളർ അങ്ങനല്ല. നമ്മളുടെ പേജ് എത്രത്തോളം വളരെ ഷോർട്ട് പീരീഡിൽ ഭയങ്കരമായിട്ട് റീച്ച് ചെയ്യുന്നെങ്കിൽ സാധാരണ ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ റവന്യൂ നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടും. സാധാരണ ഒരാൾക്ക് ചിലപ്പോൾ 10,000 വ്യൂവിന് $1 കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5,000 വ്യൂ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ $1 കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ വീഡിയോ സാധാരണ ഒരു വീഡിയോ പോകുന്നതിനൊക്കെ വൈറലായിട്ടും എൻഗേജ്മെന്റും ആയിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ ഏണിങ്സ് കിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മുടെ വ്യൂവിനനുസരിച്ചിട്ടല്ല നമ്മുടെ ഏണിങ്സ് കിട്ടുന്നത് എന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർക്കുക കേട്ടോ. ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡായി ലിങ്ക് ആണ്, എന്നിട്ട് എന്താ അക്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കൊടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മീൻസ് അതിൽ ബ്ലോഗാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റിന് നമ്മൾ കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസിന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി. ഒരു സ്പെല്ലിങ്ങോ ഒരു കോമയോ ഒരു കുത്തോ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലോ സ്മോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും നമ്മുടെ ഇതൊന്നും നമുക്ക് ലിങ്ക് ആയിട്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. ഈവൻ ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ ചാനലിൽ വീണ്ടും മോണിറ്റൈസേഷൻ അതിൻ്റെ പേ ഔട്ട് റെസ്ട്രിക്റ്റ് ആയി കിടക്കുക. ഞാൻ ആകെ ചെയ്തത് സബ്സ്ക്രിപ്ഷൻ ഒന്ന് ഇനേബിൾ ആയി വന്നു, അതൊന്ന് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അൺയൂഷ്വൽ ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ പിന്നെ ശരിയാക്കിയില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഡോക്യുമെന്റും ഒക്കെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യണം. അങ്ങനെ ഒരു കുഞ്ഞൊരു ഇഷ്യൂ വന്നപ്പോൾ ഇത് ഇപ്പൊ അങ്ങോട്ട് റീസെന്റ് അത് ഇതുപോലെ വന്നിട്ട് എൻ്റെത് ശരിയാക്കിയതേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ഇതുപോലെ വന്നേക്കാം. അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ 2 പേജിന് വേണ്ടി ശരിയാക്കിയതായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് വന്നു. പിന്നെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞ ദിവസം അത് ശരിയായി കിട്ടി. എന്നിട്ട് അടുത്ത എൻ്റെ ഏണിങ്സ് നമുക്ക് വരുന്ന സമയമായപ്പോഴത്തേക്ക് ഇത് വീണ്ടും എൻ്റെ പേ ഔട്ട് ബ്ലോക്ക് ആയിരിക്കുന്നു. അപ്പോൾ ഇനി അത് ശരിയായി വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്കിൻ്റെ കാര്യം. അപ്പോൾ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് നിങ്ങളുടെ കയ്യിലല്ലേ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അത് കണ്ടുപിടിച്ച് ശരിയാക്കുക കേട്ടോ. പിന്നെ FB ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഈ ബാങ്ക് അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. പേ ഔട്ടിൽ പോയിട്ട് അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര വ്യൂ വേണ്ടി വരും ഏണിങ്സ് കിട്ടാൻ? വീണ്ടും ചോദിക്കുന്നു, എത്ര വ്യൂ വേണ്ടി വരും ഏണിങ്സ് കിട്ടാൻ? എൻ്റെ ഡീറ്റെയിൽസ് ചെയ്യേണ്ട. കണ്ടന്റ് മോണിറ്റൈസേഷൻ എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്? 5,000 ഫോളോ ഉണ്ട്, 1,30,000 വ്യൂ ഉണ്ട്.
കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നോളൂ. അത് ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ്. റാൻഡംലി ആണ് ഫേസ്ബുക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇൻവിറ്റേഷൻ തരുന്നത്, കണ്ടന്റ് മോണിറ്റൈസേഷൻ ഉള്ളത്. ഓൾമോസ്റ്റ് ഇനി എല്ലാവർക്കും കിട്ടും കേട്ടോ. നമ്മുടെ പേജിന് പ്രോബ്ലം ഒന്നും ഇല്ല. സേഫ് ആയിട്ട് പോകുന്ന പേജ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷെ വെയിറ്റ് ചെയ്യണം, നമ്മുടെ പേജ് ആക്റ്റീവായിട്ട് ഇരിക്കണം. ഇനി ഞാൻ കമന്റുകൾ വായിക്കുന്നില്ല. FB നെയിം തന്നെ ആയിരിക്കുമോ അക്കൗണ്ട് ഓണർ നെയിം എന്ന് ചോദിക്കുന്നില്ല. അക്കൗണ്ട് ഓണർ നെയിം തന്നെ വേണമെന്നില്ല FB നെയിം കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജിന് നമുക്ക് വേറെ പേര് കൊടുക്കാം. പക്ഷെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന ആ സെറ്റിങ്സിലെ ഡീറ്റെയിൽസിൽ നമ്മുടെ കറക്റ്റ് നമ്മുടെ ഡോക്യുമെന്റിലുള്ള പേര്, നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഷുറൻസ് കാർഡ് ആണെങ്കിലും പാൻ കാർഡ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഡോക്യുമെന്റ്, അത് നമ്മുടെ പാസ്പോർട്ട് ആണോ ലൈസൻസ് ആണോ എന്ത് കോപ്പിയാണോ കൊടുക്കുന്നതെങ്കിൽ ആ പേരായിരിക്കണം നമ്മുടെ സെറ്റിങ്സിൽ കൊടുക്കുന്ന പേര്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കമന്റിന് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നത് ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. ഇത് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? കമന്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് ചിലപ്പം നിങ്ങളുടെ വൈറലായ ഒരു വീഡിയോ ആണോന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മൾ കുറേ ഒരു ദിവസം ഒരു ഇത്ര കമന്റ് എന്നുള്ളതുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ കമന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫേസ്ബുക്ക് തന്നെ അൺയൂഷ്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ ഒരു 24 hour ആയിരിക്കും. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ട് അതിന് കമന്റ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മളല്ല വേറെ ആരെങ്കിലും ആയിരിക്കും ഇരുന്ന് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാ ഫേസ്ബുക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ അതുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ കണ്ടിന്യൂസ് ഒരു ദിവസം ഒരു പരിധിക്ക് അപ്പുറം കമന്റിന് റിപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക. ചിലപ്പോൾ 24 hours ആയിരിക്കും, അല്ലെങ്കിൽ 5 hours ആയിരിക്കും. ആ ഒരു പേജിൽ വന്നേക്കുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും അവർ അതിന്റെ ഡ്യൂറേഷൻ നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ശരിയായി കിട്ടുമേ. ഇനി ഞാൻ കമന്റ് വായിക്കുന്നില്ല. ഇനി ഞാൻ പറയാൻ വന്നതാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ ഉണ്ടല്ലോ, കൊളാബ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു കൊളാബ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പറയുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊളാബ് ചെയ്യുന്നതിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി ദോഷങ്ങളുണ്ട്. നമ്മുടെ തന്നെ പേജിന് നമുക്ക് കൊളാബ് ചെയ്യുവാണ്. ഈവൻ നമുക്കിപ്പോൾ ഒരാൾക്ക് തന്നെ 2-3 പേജ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേജിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയ പേജിൽ തന്നെ എൻ്റെ പഴയ പേജായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. പഴയ പേജിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. പുതിയ പേജിൽ പാട്ടിൻ്റെ പേജാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പുതിയ പേജിലാണെങ്കിൽ ഒരു 10,000 ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതും മറ്റേ പേജും കൂടെ കൊളാബ് ചെയ്തിട്ട് മിക്കവാറും പാട്ടുകളൊക്കെ ഇടുന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മാസത്തിനകം തന്നെ 10,000 ഫോളോവേഴ്സ് അതിനകത്ത് കയറി മോണിറ്റൈസും ആയി കിട്ടി. അപ്പം എനിക്ക് അതിൻ്റെ കൊളാബ് ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആരും അറിയത്തില്ല ഇനി ഒരു പേജും കൂടെ എനിക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പം എൻ്റെ മറ്റേതിനകത്തുള്ള ഫോളോവേഴ്സ് ഓൾമോസ്റ്റ് കുറച്ച് പേരെങ്കിലും ഒക്കെ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ കൊളാബ് ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ വേറൊരാൾ, നമ്മളുടെ പേജ് അല്ലാത്ത വേറൊരാളുടെ, നമ്മളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ, നമ്മളുടെ പേജ് ചെറിയ പേജ് ആണെങ്കിൽ ആ വലിയ പേജ് ഉള്ളവർക്ക് നമുക്ക് കൊളാബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫോളോവേഴ്സ് കൂടെ നമുക്ക് കിട്ടും. അവർക്കും അവരുടെ പേജിലുള്ള ഫോളോവേഴ്സിന്റെ വ്യൂസും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ അത് നല്ലൊരു ബെനിഫിറ്റാണ്. ഈവൻ നമ്മുടെ ഫോളോവേഴ്സിനെ ആ കൊളാബ് ചെയ്യുന്ന ആളിനും കൂടെ കിട്ടും. നമ്മുടെ ഈവൻ ചെറിയ പേജ് ആയാലും വലിയ പേജ് ആയാലും അവർക്കും കൂടെ കിട്ടും. പിന്നെ നമ്മളുടെ തന്നെ ഒരു ബിസിനസ് സംരംഭം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത തന്നെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്. അത് നമ്മുടെ പേജുമായിട്ട് നമുക്ക് കൊളാബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ കൊളാബ് ചെയ്തേക്കുന്ന പേജ് എൻ്റെ ബിസിനസ് ആണ്, ഞാൻ ഇന്ന പോലെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ പേജിലേക്ക് കയറി നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ആൾക്കാരെ എല്ലാവരെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ കൊളാബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേജിൽ നമ്മൾ ഇട്ടേക്കുന്ന കണ്ടന്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറും. അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പേജും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അതിനകത്ത് പ്രോഡക്ട്സ് ഒക്കെ നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൊളാബ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമുക്ക് വേണമെങ്കിൽ സഹായിക്കും. പിന്നെ പലരും നമുക്കറിയാമല്ലോ, നമ്മൾ കൊളാബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും വ്ളോഗേഴ്സ് കൊളാബ് ചെയ്യുന്ന പേ ചെയ്തിട്ടാണ്, പേയ്മെന്റ് മേടിച്ചിട്ടാണ് കൊളാബ് ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ബിസിനസ് ഒന്ന് വളർത്താനായിട്ട് വലിയ പേജുള്ള ക്രിയേറ്റേഴ്സിനെ സമീപിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് വീഡിയോ ചെയ്ത് കൊളാബ് ചെയ്യാമോ, ഞങ്ങളുടെ പേജുമായിട്ട് കൊളാബ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ പേയ്മെന്റ് തരാം. അതുപോലെ അവർ പ്രോഡക്ട്സ് നമുക്ക് തരാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കൊളാബ് കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഫൈനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഈ മോണിറ്ററി ബെനിഫിറ്റ് അല്ല, ഈ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് അല്ലാതെ നമുക്കല്ലാത്ത
ബെനിഫിറ്റും കൂടെ ഫൈനാൻഷ്യലി ആ രീതിയിലുള്ള ബെനിഫിറ്റും കൂടെ നമുക്ക് കൊളാബ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കൊളാബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പേജിന് നമുക്ക് ബെനിഫിറ്റ് ആണ്, നമുക്ക് മണി ഏൺ ചെയ്യുന്നതിന്, അതായത് മറ്റ് കമ്പനികളുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒക്കെ കൂടെ കൊളാബ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്ട്സ് നമുക്ക് ചിലപ്പോൾ കിട്ടും. ചിലർ പ്രോഡക്ട്സ് മാത്രമായിരിക്കും ഞങ്ങൾ ഇത്ര പ്രോഡക്ട്സ് തരാം, ആ പ്രോഡക്ട്സ് വെച്ചൊരു വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ തരാം, ആ രൂപ അത് വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ അതിന് കുറെ ദൂഷ്യവശങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ഈ കൊളാബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തന്നെ അടുത്ത പേജ് കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേജിനും ഈ വീഡിയോ വരും, അത് 2 പേജിനും എഫക്റ്റ് ചെയ്യും. ആ കോപ്പി റൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ അത് നമ്മുടെ 2 പേജിനും എഫക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ വേറൊരു ആളിനെ, ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരാളുടെ വീഡിയോ നമ്മളെ ഇങ്ങോട്ട് കൊളാബിനെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയോ എൻ്റെ ഫ്രണ്ട് അല്ലേ ചെയ്തേക്കാം, ഒരു ഹെൽപ്പ് ആവുന്നേ ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് റീച്ച് ചെയ്യുന്നെങ്കിൽ ആകട്ടെ, നമ്മുടെ ഫോളോവേഴ്സും കൂടെ അവരുടെ വീഡിയോയിലേക്ക് കയറട്ടെ എന്നുള്ള നമുക്കൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ഇതിനകത്ത് എന്നാ അടങ്ങിയിരിക്കുന്ന, ആ വീഡിയോയിൽ എന്താണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന വല്ലതും ആണോ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളാണോ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മോശം വരുന്ന എന്തെങ്കിലും സംഭവങ്ങളാണോ, ഏതെങ്കിലും മതത്തെയോ ജാതിയോ പറയുന്ന സംഭവങ്ങളാണോ, കൊച്ചു കുട്ടികളുടെ ആ ഒരു പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസ് ആണ്. ഇങ്ങനെ എല്ലാ വശങ്ങളും നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമാണ് കൊളാബ് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് വരുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. വെറുതെ ഇന്നാള് കൊളാബ് വന്നു, വലിയൊരു പേജ് എന്നാ അക്സെപ്റ്റ് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ഓടിക്കയറി അക്സെപ്റ്റ് ചെയ്യരുത്. ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. കാരണം അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് ഒരു 5 സെക്കൻഡോ 6 സെക്കൻഡോ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു രീതി, മോശം എന്ന് പറയുന്നത് വൾഗറായിട്ടുള്ള ഒരു സാധനം മാത്രമല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം അതിനിടയ്ക്ക് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ആദ്യത്തെ ഒക്കെ നമ്മൾ കണ്ടുപോകും, ആദ്യത്തെ 2 മിനിറ്റ് കാണുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ലല്ലോ, നൈറ്റൊക്കെ നമുക്ക് കുറെ ഫോളോവേഴ്സിന് കിട്ടുന്നതല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഫ്രം ബിഗിനിങ് ടു എൻഡ് നിങ്ങൾ കണ്ടിരിക്കണം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൊളാബ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ പേജിനാണെങ്കിലും ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണെങ്കിലും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഡ്രാഫ്റ്റിലാക്കി വെക്കാനോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനോ പറ്റില്ല. കൊളാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് സൈനിങ് ഓഫ്. ബൈ.